ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ഇത് ഹെർമിറ്റ്സ് ടോക്സിൻ്റെ 863 ദിവസം. ഇന്നത്തെ പ്രഭാത ചിന്ത ശുദ്ധമുള്ള യോഹന്നാൻ 17 അധ്യായം 3 തിരുവചനം. ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. ക്രിസ്തീയ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്. എന്താണത്? നിത്യജീവൻ പ്രാപിക്കുക. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ഈ വചനം തന്നെ സാക്ഷീകരിക്കുന്നുണ്ട്. പിതാവായ ദൈവത്തെയും പുത്രനായ ദൈവത്തെയും അറിയുക എന്നുള്ളതാണ്. അറിയുക എന്നുള്ളത് ആഴമുള്ള ഒരു ആത്മബന്ധമാണ്. ഈ ആത്മബന്ധത്തെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും ആക്കുവാൻ വേണ്ടിയിട്ടാണ് തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ വഴിയും സത്യവും ജീവനും ആകുന്നു എന്ന്. പിതാവായ ദൈവത്തെയും പുത്രനായ ദൈവത്തെയും പരിശുദ്ധാത്മാവായ ദൈവത്തെയും അറിയുന്നവൻ്റെ വിശ്വാസം ആഴമേറിയതാണ്. സ്നേഹം അവൻ്റെ ജീവിതത്തിൻ്റെ മുഖമുദ്രയായിരിക്കും. ക്ഷമ അവൻ്റെ ഏറ്റവും വലിയ ശക്തിയായിരിക്കും. പ്രിയമുള്ളവരെ, യഥാർത്ഥമായി യേശു ക്രിസ്തുവിനെ അറിയുന്നവന് യേശു ക്രിസ്തുവിൻ്റെ ഭാവം ഉണ്ടായിരിക്കും. യേശു ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവൻ്റെ ജീവിതത്തിൽ വിനയമുണ്ടാകും, താഴ്മയുണ്ടാകും. മറ്റുള്ളവനെ ശ്രേഷ്ഠനായി കാണുവാനായിട്ട് സാധിക്കും. ഉയർച്ചകളും വലിയ പദവികളും അധികാരങ്ങളുമൊക്കെ നമ്മെ തേടി വരുമ്പോൾ വിനയത്തോടെ ആയിരിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതേ പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ ഭാവം ധരിക്കുവാനായിട്ട് ഓരോ ദിവസവും ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ള കൃപകളും അനുഗ്രഹങ്ങളും തമ്പുരാൻ നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.